വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ, വിശ്വാസത്തിൽ മുന്നേറും ഞാൻ, വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ല എന്റെ മുമ്പിൽ, ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എന്റെ മുമ്പിൽ, ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുന്നില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകയില്ല. ഞാനൊട്ടും പിന്മാറുന്നില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകയില്ല. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായി എന്റെ മുന്നിൽ, ജയം എനിക്കുണ്ട്. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായി എന്റെ മുന്നിൽ, ജയം എനിക്കുണ്ട്. രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അധീനനല്ല. രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അധീനനല്ല. സാത്താന്യ ശക്തിയിൽ ശാപബന്ധനത്തിന് ജയം എനിക്കുണ്ട്. സാത്താന്യ ശക്തിയിൽ ശാപബന്ധനത്തിന് ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുന്നില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകയില്ല. ഞാനൊട്ടും പിന്മാറുന്നില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകയില്ല. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ല എന്റെ മുമ്പിൽ, ജയം എനിക്കുണ്ട്. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ല എന്റെ മുമ്പിൽ, ജയം എനിക്കുണ്ട്. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നു ഞാൻ ഭയപ്പെടില്ല. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നു ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നു ഭാവി നശിക്കുമെന്നു ഇനിമേ ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നു ഭാവി നശിക്കുമെന്നു ഇനിമേ ഞാൻ ഭയപ്പെടില്ല. ഞാനൊട്ടും പിന്മാറുന്നില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകയില്ല. ഞാനൊട്ടും പിന്മാറുന്നില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകയില്ല. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ല എന്റെ മുമ്പിൽ, ജയം എനിക്കുണ്ട്. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ല എന്റെ മുമ്പിൽ, ജയം എനിക്കുണ്ട്.
ഒരുക്കുന്നവൻ ഒരിക്കലും കൈവിടില്ല. ഞാനൊട്ടും പിന്മാറില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും പിന്മാറുകില്ല ഞാൻ. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും പിന്മാറുകില്ല ഞാൻ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു. കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ജീവവചന ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. മകനാക്കുന്ന മഹാസ്നേഹം എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കുടപ്പിറപ്പുകളെ, സ്വർഗീയ പിതാവിൻ്റെ സ്നേഹം മഹാസ്നേഹമാണ്. ആ സ്നേഹത്തിന് നിരവധി വ്യത്യസ്തതകളും പ്രത്യേകതകളുമുണ്ട്. ആ സ്നേഹം ഏറ്റെടുക്കുവാനും അനുഭവിക്കുവാനും കഴിഞ്ഞിട്ടുള്ളവർ മഹാഭാഗ്യവാന്മാരാണ്. മഹാസ്നേഹം സ്വന്തമാക്കിയ മഹാഭാഗ്യവാന്മാർ എന്നവരെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയണം. ലോകത്തിൽ പലതരം സ്നേഹങ്ങളുണ്ടല്ലോ. അതൊക്കെ പരിമിതികളും വ്യവസ്ഥകളുമൊക്കെയുള്ള സ്നേഹമാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് ഏറ്റക്കുറച്ചിലുകളുള്ള സ്നേഹമാണ് ലോകത്തിൽ ലഭ്യമാകുന്ന സ്നേഹം. നീ എന്നെ സ്നേഹിച്ചാൽ ഞാൻ നിന്നെ സ്നേഹിക്കാം. എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതിന് വേണ്ടിയോ എന്തെങ്കിലുമൊക്കെ കിട്ടിയതിൻ്റെ വെളിച്ചത്തിലോ ഉള്ള സ്നേഹമാണ്. പ്രിയർ, ഇതെല്ലാം വറ്റിപ്പോകുന്ന സ്നേഹമാണ്, നിന്നുപോകുന്ന സ്നേഹമാണ്. എന്നാൽ കരുണാസമ്പന്നനായ മഹാദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹം വ്യവസ്ഥകൾക്കതീതമായ സ്നേഹമാണ്. നാം ദൈവത്തെ സ്നേഹിക്കാതിരുന്നപ്പോൾ നമ്മെ സ്നേഹിച്ച സ്നേഹമാണത്. നാം ദ്രോഹികളും ദോഷികളുമായി കഴിഞ്ഞ നാളുകളിൽ നമ്മെ സ്നേഹിച്ച സ്നേഹമാണ്. നാം ദൈവത്തിന് ശത്രുക്കളായിരുന്നപ്പോൾ സ്നേഹിച്ച സ്നേഹമാണ്. അത് ആർദ്രതയുള്ള സ്നേഹമാണ്, തുല്യമില്ലാത്ത സ്നേഹമാണ്. അതാണ് മഹാസ്നേഹം. പ്രിയരെ, വ്യവസ്ഥകൾ പറയാതെയും കേൾക്കാതെയുമുള്ള സ്നേഹത്തിനുടമയാണ് സ്നേഹവാനായ ദൈവം. ഈ സ്നേഹത്തിന്റെ ആഴം വെളിപ്പെടുത്തുന്ന ഒരു സ്നേഹനിധിയായ പിതാവിനെയും തൻ്റെ വഴിതെറ്റിപ്പോയ നാശത്തിൻ്റെ പാത തിരഞ്ഞെടുത്ത ഒരു മകനെയും ആ മകൻ്റെ മനം തിരിഞ്ഞുള്ള മടങ്ങിവരവിന് വേണ്ടി വഴിക്കണ്ണുകളുമായി കാത്തിരിക്കുന്ന ഒരു പിതാവിനെയും കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. തനിക്ക് ലഭിക്കേണ്ടതായ സകല അവകാശങ്ങളും വാങ്ങി അതെല്ലാം സമ്പത്തായി സ്വരുക്കൂട്ടി തനിക്കിഷ്ടമുള്ള ഒരു ജീവിത രീതി ആസ്വദിക്കുവാൻ ഇറങ്ങിത്തിരിച്ചൊരു മനുഷ്യൻ. അവൻ കാലക്രമേണ തൻ്റെ സമ്പത്തെല്ലാം ദൂർത്തടിച്ച് നശിപ്പിച്ച് ഭക്ഷണത്തിന് പോലും, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്തവനായി, സുബോധം നശിച്ചവനായി, ആർക്കും തിരിച്ചറിയാനാകാത്ത ഒരു വികൃത രൂപത്തിനുടമയായി, പന്നികളുടെ തീറ്റ പോലും ഭക്ഷിപ്പാൻ അവകാശമില്ലാത്തവനായി, അപ്പനെക്കുറിച്ച്, അപ്പൻ്റെ ഭവനത്തെക്കുറിച്ച് ഒരു ഓർമ്മ തൻ്റെ ഉള്ളിൽ ഓർത്തെടുത്തപ്പോൾ, ഒരു സുബോധം തൻ്റെ ആ നിമിഷത്തിൽ തനിക്ക് വന്നു മാത്രമേ അവനൊരു തീരുമാനം കൈക്കൊണ്ടു. ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക്, ഞാൻ എൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് പോകും. ആ സുബോധത്തിൻ്റെ ആ തീരുമാനത്തിൽ അവനൊരു മടങ്ങി വരവിനാണ് തുനിഞ്ഞത്. മടങ്ങി അപ്പൻ്റെ അടുത്തേക്ക് വരുന്ന ആ മകനെ ദൂരവേ നിന്ന് കണ്ട മാത്രയിൽ തന്നെ മകന്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരുന്ന സ്നേഹനിധിയായ ആ അപ്പൻ തൻ്റെ മകന്റെ പ്രാകൃത രൂപം കണ്ട് മനസ്സലിഞ്ഞ് നടന്നെടുക്കുന്ന ആ മകൻ അരികിലേക്ക് താൻ ഓടിച്ചെന്ന് അവനെ
തൻ്റെ മാറോട് ചേർത്തണച്ചു. ആ മകൻ തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നത് വരെ കാത്തു നിൽക്കാൻ ഇടയാകാതെ ആ അപ്പൻ ആ മകൻ അരികിലേക്ക് ഓടിയെടുക്കുകയാണ്. തനിക്കുള്ളതെല്ലാം അവൻ നഷ്ടമാക്കി കളഞ്ഞിട്ടും ആ പിതാവ് അവനെ സ്നേഹിച്ചു. വീണ്ടും തൻ്റെ ഭവനത്തിലേക്ക് അവനെ കൈക്കൊണ്ടു. മടങ്ങി വന്നവൻ തീരുമാനിച്ചുറച്ചു വന്നത്, ഇനി ഞാൻ നിന്റെ മകനായിരിക്കുവാൻ യോഗ്യതയുള്ളവനല്ല, ഇനി ഞാൻ നിന്റെ കൂലിക്കാരിൽ ഒരുവനായിരുന്നു കൊള്ളാം പിതാവേ എന്ന പറയാനുള്ളൊരു തീരുമാനമായിരുന്നു. കൂലിക്കാരനായിരിക്കുവാൻ വേണ്ടി മാത്രം മടങ്ങി വന്നവനെ കൂലിക്കാർക്കുള്ള ഭക്ഷണം കഴിക്കാൻ, കൂലിക്കാരൻ്റെ ജീവിത സൗകര്യങ്ങൾ മതി എന്ന് പറഞ്ഞു വന്നവനെ മകനായി തന്നെ കൈക്കൊള്ളുവാൻ കരുണ കാട്ടിയവനായ ആ പിതാവിൻ്റെ സ്നേഹമാണ് ആർദ്രതയുള്ള സ്നേഹം. അതാണ് മഹാസ്നേഹം. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി. ദൂരത്തുനിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു എന്ന് തിരുവചനത്തിൽ വായിക്കുന്നു. അവൻ്റെ മടങ്ങിവരവിൽ സന്തോഷിച്ചവനായ അപ്പൻ തൻ്റെ കൂലിക്കാർക്ക് ആജ്ഞ കൊടുക്കുന്നു. ഈ എൻ്റെ മകൻ കൂലിക്കാരനാകാൻ വേണ്ടി മടങ്ങി വന്നു, എന്നാൽ അവൻ കൂലിക്കാരനല്ല, അവൻ എൻ്റെ മകനാണ്. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, എന്നാൽ വീണ്ടും ജീവിച്ച്, കാണാതെ പോയിരുന്നു, എന്നാൽ കണ്ടുകെട്ടിയിരിക്കുന്നു എന്നാണ് അപ്പൻ പറഞ്ഞത്. അതുകൊണ്ട് മേൽത്തരമായ അങ്കി നിങ്ങൾ കൊണ്ടുവന്ന് അവനെ ധരിപ്പിപ്പീൻ, ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവിപ്പീൻ, തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറപ്പീൻ, നാം തിന്ന് ആനന്ദിക്ക എന്ന് അപ്പൻ തൻ്റെ തീരുമാനം ആ കൂലിക്കാരുടെ മുൻപാകെ പ്രഖ്യാപിക്കുകയാണ്. ആ മകൻ തൻ്റെ കൂട്ടുകാർക്ക് പണ്ട് പരിചയപ്പെടുത്തിയിരുന്നത്, ഞാൻ ആ അപ്പൻ്റെ മകനായിരുന്നു, എന്നാൽ ഇന്ന് അങ്ങനെയല്ല, ഇന്ന് ഞാൻ സ്വതന്ത്രനാണ്, ഇന്ന് ഞാൻ എൻ്റെ പേരിൽ അറിയപ്പെടുന്നവനാണ്, ഇന്ന് എനിക്ക് എൻ്റെ അപ്പൻ്റെ അഡ്രസ്സിൻ്റെ കീഴിൽ നിൽക്കേണ്ട കാര്യമില്ല, ഇന്ന് ഞാൻ നിങ്ങളുടെ സ്നേഹിതൻ എന്നിങ്ങനെയൊക്കെയായിരുന്നു കഴിഞ്ഞ നാളുകളിൽ അവൻ്റെ സ്വയം പ്രശംസ. എന്നാൽ സുബോധം വന്നപ്പോൾ അവൻ അപ്പൻ്റെ ആർദ്രതയുള്ള സ്നേഹത്തിൻ്റെ ആഴം തിരിച്ചറിഞ്ഞവൻ ഇന്ന് അപ്പനിൽ പ്രശംസിക്കുന്നവനാക്കപ്പെട്ടിരിക്കുന്നു. ഇന്നവൻ അവൻ്റെ അപ്പനെക്കുറിച്ച് കൂട്ടുകാരോട് പറയാനൊരു മടിയില്ല. എൻ്റെ അപ്പൻ ഇത്ര സ്നേഹവാനായ അപ്പനാണ് എന്നവൻ ധൈര്യത്തോടെ പറയുവാൻ ഇടയാകും. ഞാൻ ഈ അപ്പൻ്റെ മകനാണ് എന്ന് പറയുന്നതിൽ അവൻ ഇന്ന് ലജ്ജയില്ല. കൂലിക്കാരനാകാൻ വന്ന എന്നെ അവൻ വീണ്ടും തൻ്റെ മകൻ്റെ പദവി തന്നിരിക്കുന്നു, മാനിച്ചിരിക്കുന്നു, ആദരിച്ചിരിക്കുന്നു, ഉയർത്തിയിരിക്കുന്നു എന്നാണ് അവൻ ഇന്ന് പറയുക. അപ്പ എന്ന് വിളിച്ച മാത്രയിൽ തന്നെ എന്നെ ഈ എൻ്റെ മകൻ എന്ന് അപ്പൻ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നവൻ വെളിപ്പെടുത്തുകയാണ്. ഇനി ആർക്കും അവനെ ഒന്നും ചെയ്യാൻ ഒക്കില്ല, അവൻ പുത്രനാണ്. സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. കുടുംബപ്രഭുക്കളെ, കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം എത്ര ശ്രേഷ്ഠകരമാണ് എന്ന് തിരിച്ചറിയുക. സ്വർഗീയ പിതാവ് തൻ്റെ ഏകജാതനായ പുത്രനെ പാപികളായ മനുഷ്യർക്ക് വേണ്ടി മരിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്തു. യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ നാം പുത്രന്മാരാക്കപ്പെട്ടിരിക്കുന്നു. നമ്മെ മക്കളാക്കി തീർക്കുവാൻ പിതാവ് മഹാസ്നേഹമാണ് കാട്ടിയിരിക്കുന്നത്. പിതാവ് നാം പാപികളായി, നാം ദോഷികളായിരുന്നപ്പോഴേ നമ്മെ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ ആഴം തിരിച്ചറിയുക. കുടപ്പിറപ്പെ, താങ്കൾ ആ സ്നേഹത്തിൻ്റെ അനുഭവമാണ് ഇന്ന് അനുഭവിക്കുന്നത്. ആ സ്നേഹത്തിൻ്റെ ആഴം താങ്കൾക്കും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്ന് ആ പുത്രത്വത്തിൻ്റെ അവകാശങ്ങളും അനുഭവങ്ങളും പ്രാപിച്ച് ആത്മീയ ആനന്ദത്തോടുകൂടി
അധികാരികളായി അവകാശികളായി ജീവിക്കുന്നവരായി തീരുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ഇന്ന് പകലിലും വായിച്ച് കേട്ട് ധ്യാനിച്ച് ബലപ്പെടുവാൻ ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന ഈ നല്ല അവസരത്തിനായി കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഈ വചനം അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ, ഞങ്ങളൊക്കെ കഴിഞ്ഞ നാളുകളിൽ ഇതേ അനുഭവങ്ങൾ പ്രാപിച്ചവരാണെന്നുള്ള ബോധ്യത്തോടെ ജീവിച്ച് സ്തോത്രം ചെയ്യുവാൻ എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണയും കൃപയും എല്ലാവരുടെ മേലും ചൊരിയണമേ, അനുഗ്രഹിക്കണമേ, ദൈവകൃപയാൽ പരിപാലിക്കണം. മഹത്വം അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്ന കർത്താവെ, സകലത ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്ന അപ്പച്ച, ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ലെന്റെ മുമ്പിൽ ജയം എനിക്കുണ്ട്. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ലെന്റെ മുമ്പിൽ ജയം എനിക്കുണ്ട്. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നു ഞാൻ ഭയപ്പെടില്ല. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നു ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നു, ഭാവി നശിക്കുമെന്നു ഇനിമേ ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നു, ഭാവി നശിക്കുമെന്നു ഇനിമേ ഞാൻ ഭയപ്പെടില്ല. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഞാൻ. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ലെന്റെ മുമ്പിൽ ജയം എനിക്കുണ്ട്. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ലെന്റെ മുമ്പിൽ ജയം എനിക്കുണ്ട്. ആകുല ചിന്തയ നിറയുകില്ല, ഭാരങ്ങളോർത്തിനി കരയുകില്ല. ആകുല ചിന്തയ നിറയുകില്ല, ഭാരങ്ങളോർത്തിനി കരയുകില്ല. തക്ക സമയത്തെനിക്കെല്ലാം ഒരുക്കുന്നവൻ ഒരിക്കലും കൈവിടില്ല. തക്ക സമയത്തെനിക്കെല്ലാം ഒരുക്കുന്നവൻ